ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയതെങ്കിലും 25,000 എന്നുള്ള ലെവലിൽ അതിന് എൻഡപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ ഓവറോൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 63% സ്റ്റോക്കുകളും അഡ്വാൻസ് ചെയ്യാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റി നെഗറ്റീവിൽ ക്ലോസ് ചെയ്യും, എന്നാൽ ഇത്രയധികം സ്റ്റോക്കുകൾ ഏകദേശം 63% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്ന് കാര്യമായ ബൈങ് നടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിഫ്റ്റി 50-ലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇന്നലെ വലിയ ബൈങ് നടന്നത് നിഫ്റ്റി 50-ലാണെങ്കിൽ ഇന്ന് നെക്സ്റ്റ് 50-ലും അതേപോലെ സ്മോൾ ക്യാപ്പിലുമാണ് ഏറ്റവും അധികം ബൈങ് നടന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നെ നെക്സ്റ്റ് 50 1.29% അപ്പാണ്, അതേപോലെ സ്മോൾ ക്യാപ്പ് 250 1.53% അപ്പാണ്. എന്നാൽ മിഡ് ക്യാപ്പ് 150യും അതേപോലെ മൈക്രോ ക്യാപ്പ് 250യും ഇന്ന് 1%-ൽ താഴെയാണെങ്കിലും അത് പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ബയേഴ്സിന്റെ ശ്രദ്ധ കൂടുതലായിട്ടും സ്മോൾ ക്യാപ്പിലേക്ക് നീങ്ങിയിട്ടുണ്ട്, അതേപോലെ തന്നെ നെക്സ്റ്റ് 50-യിലേക്കും നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ബൈങ് നടന്നിട്ടുള്ളത് PSU സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളിലും ഡിഫൻസ് റെയിൽവേ സ്റ്റോക്കുകളിലുമാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ കാര്യമായ ബൈങ് നടത്തിയിട്ടുള്ളത് ആരാണ് എന്ന് നോക്കുമ്പോൾ നമുക്ക് FII DII ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഇന്ന് FIIയുടെ ബൈങ് 8,831 കോടിയാണ്. ഇന്നലെ അവർ ബൈ ചെയ്തത് 5,392 കോടിയാണ്. അപ്പോൾ ഇതൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ബൈങ് ആണ്. അതേപോലെ ഇതിന് ചുവട് പിടിച്ചുകൊണ്ട് ഇന്ന് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 5,187 കോടിയുടെ ബൈങ് നടത്തിയതായിട്ട് കാണാം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈങ് വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുക എന്താണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിൽ കൂടുതലായിട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒരു വെയിറ്റ് ആൻഡ് വാച്ച് സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ചൈന US ട്രേഡ് ഡീല് ഒരു സെറ്റിൽമെന്റിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ക്യൂസ് ഒക്കെ വളരെ പോസിറ്റീവായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഫണ്ട് ചൈനയിലേക്കും അമേരിക്കയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ധാരണ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. എന്നാൽ ഇന്നലെ ട്രംപ് നടത്തിയ പ്രസ്താവന മൊത്തത്തിലുള്ള സിനാരിയോ മാറ്റിമറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെയും US-ൻ്റെയും ആ ട്രേഡ് ടോക്ക് ഓൾറെഡി വാഷിംഗ്ടണിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ട്രേഡ് മിനിസ്റ്റർ ആയിട്ടുള്ള പീയൂഷ് ഗോയൽ US ഒഫീഷ്യൽസുമായിട്ടുള്ള ഡിസ്കഷനിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ ആ ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് അതിനെ എൻഡോസ് ചെയ്തിട്ടില്ലെങ്കിലും പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു ബൈലാറ്ററൽ ട്രേഡ് ഡീല് തീർച്ചയായിട്ടും ഇന്ത്യയും US തമ്മിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അത് ഒരു പരിധിവരെ ഏതായാലും അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം ചൈനയും US തമ്മിലുള്ള ട്രേഡ് ഡീലിനേക്കാൾ ബെറ്റർ ആയിരിക്കുമെന്ന് തന്നെയാണ് പൊതുവെ കിട്ടിയിട്ടുള്ള സൂചനകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് ട്രംപ് പറഞ്ഞതുപോലെ ഒരു 0 താരിഫിൽ എത്തുമോ എന്നുള്ളത് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നോക്കേണ്ട ഒരു കാര്യമാണ്. ആകർഷകമായിട്ടുള്ള ഒരു ട്രേഡ് ഡീലിലേക്ക് ഇന്ത്യയും US വരികയാണെങ്കിൽ അവിടെ ഏറ്റവും വലിയ തിരിച്ചടി വരാൻ പോകുന്നത് ചൈനീസ് മാർക്കറ്റിലായിരിക്കും. കാരണം നമുക്കറിയാം, ചൈനീസ് മാർക്കറ്റിൽ ഓൾറെഡി അവിടെ ഒരു ട്രേഡ് ഡീൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടെ ടാക്സ് 30%-ന് മുകളിലുള്ള ഒരു ടാക്സ് ഓൾറെഡി നിലവിലുണ്ട്. അപ്പോൾ അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ അവരുടെ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു താരിഫ് എന്തായാലും അവർ പേ ചെയ്യേണ്ടി വരും. എന്നാൽ ഒരു 0 താരിഫിലേക്ക് ഇന്ത്യയും US വരികയാണെങ്കിൽ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവർ അമേരിക്കയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ 0 താരിഫ് ആകുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ മേൽ വലിയൊരു അഡ്വാൻറ്റേജ് നേടിയെടുക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം സൃഷ്ടിക്കാൻ ഇപ്പോൾ കാരണമായിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അപ്പോൾ അതുകൂടാതെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് യൂസും വളരെ പോസിറ്റീവാണ്. അതായത് ഇൻഫ്ലേഷൻ ഡാറ്റ വളരെയധികം ആകർഷകമായിട്ടാണ് വന്നിട്ടുള്ളത്. കൂടാതെ പല മാനുഫാക്ചറിങ് കമ്പനികളുടെയും അവരുടെ ഏർണിങ്സ് കുറച്ചുകൂടി ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് Q4 റിസൾട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മൊത്തത്തിലൊരു പോസിറ്റീവായി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നല്ല തോതിൽ ബൈങ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സെക്ടറൽ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബൈങ് നടന്നിട്ടുള്ളത് നിഫ്റ്റി ഡിഫൻസ് സെഗ്മെന്റിലാണെന്ന് കാണാൻ കഴിയും. അവിടെയുള്ള 18 സ്റ്റോക്കുകളിൽ 17 സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഡിഫൻസിൽ ഇന്ന് 5% ഒരു വമ്പിച്ച റോക്കറ്റ് റാലിയാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ഉപയോഗിച്ചിട്ടുള്ള വാർ വെപ്പൺസ് ഇന്റർനാഷണലി വലിയ എക്സ്പോഷർ ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ തോതിലുള്ള ഓർഡർ ബുക്കുകൾ ഇന്ത്യക്ക് ഉണ്ടാകും എന്നുള്ള ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ റാലി ഇപ്പോൾ നടക്കുന്നത്. ഏപ്രിൽ 22-ന് ശേഷം ഏകദേശം 16% ഒരു അപ്സൈഡ് മൂവാണ് ഡിഫൻസ് സെഗ്മെന്റിൽ ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ എല്ലാ മേജർ ഇൻഡെക്സുകളെയും ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടാണ് ഡിഫൻസ് ഇൻഡെക്സ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇത് ഇപ്പോൾ നടക്കുന്ന ഇന്ത്യ പാക് വാറിനേക്കാൾ മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഡിഫൻസ് സെഗ്മെന്റിലുള്ള ഓർഡറുകൾ വലിയ തോതിൽ വർദ്ധിക്കുമെന്നുള്ള ഒരു ന്യൂസ് അതിനു മുമ്പേ വന്നിരുന്നു. പ്രത്യേകിച്ച് വേൾഡ് മിലിറ്ററി സ്പെൻഡിങ് 9.4% ആനുവൽ ബേസിസിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ശീതസമരത്തിന് ശേഷം വലിയ തോതിൽ ഡിഫൻസിൽ ഓരോ രാജ്യങ്ങളും സെൽഫ് സഫിഷ്യന്റ് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യുക്രൈൻ റഷ്യ വാറിന്റെ സമയത്ത് അമേരിക്ക യുക്രൈനിലുള്ള മിലിറ്ററി സപ്ലൈ നിർത്തിവെച്ചത് അത് മൊത്തത്തിൽ വേൾഡ് വൈഡ് പല ചെറിയ ചെറിയ രാജ്യങ്ങളിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്പ് അതുപോലെ യുണൈറ്റഡ് കിങ്ഡം ഒക്കെ അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള ഓർഡർ ബുക്ക് ഇന്ത്യക്ക് ലഭിക്കും എന്നുള്ള ഒരു അനുമാനം മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ട്രിഗർ പോയിൻ്റായിട്ട് ഇപ്പോൾ ഇന്ത്യ പാക് വാർ വരികയും അങ്ങനെ കൂടുതലായിട്ടുള്ള ഒരു ഓർഡർ ബുക്ക് ഇന്ത്യക്ക് ലഭിക്കും എന്നുള്ളതാണ് മൊത്തത്തിൽ ഈ മേഖലയിൽ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഡിഫൻസ് സെഗ്മെൻറ്റിൽ വലിയ തോതിൽ മുന്നേറിയ സ്റ്റോക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരസ് ഡിഫൻസ് ആണ് ഏറ്റവും വലിയ മുന്നേറ്റം ഇന്ന് നടത്തിയിട്ടുള്ളത്. അതുപോലെ മെസഗോൺ ഡോക്ക് 10% മുന്നേറിയായിട്ടും കാണാം. അതുപോലെ കൊച്ചിൻ ഷിപ്പ് യാർഡ് 12% ഇന്ന് അപ്സൈഡ് പോയതായിട്ട് കാണാം. അതുപോലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്. ഇപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ റാലികൾ ഓൾറെഡി നടന്നുകൊണ്ടേയിരിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പല സ്റ്റോക്കുകളും അതിൻ്റെ 52 വീക്ക് ഹൈയോട് അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. പരസ് ഡിഫൻസ് ഒക്കെ ഓൾറെഡി ആ ഒരു ഓൾ ടൈം ഹൈയിലാണ്. അതേപോലെ മസഗാൺ ഡോക്ക്, ഭാരത് ഇലക്ട്രോണിക്സ്, സോളാർ ഇൻഡസ്ട്രീസ്, ആസ്ട്ര മൈക്രോവേവ്, ഭാരത് ഡൈനാമിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് പോലെയുള്ള സ്റ്റോക്കുകൾ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 10% താഴെ മാത്രം അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ പലതും ഇപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ വളരെ എക്സ്പെൻസീവായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ സ്റ്റോക്കുകളിൽ എങ്ങനെ ബൈ നടത്തും എന്നുള്ള വലിയൊരു ചോദ്യം ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുന്നേറ്റം ഡിഫൻസ് സ്റ്റോക്കുകളിൽ മാത്രമല്ല റെയിൽവേ സ്റ്റോക്കുകളിലും ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ മറ്റു പല PSU സ്റ്റോക്കുകളിലും ഈ ഒരു റാലി ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിലുള്ള ഈ PSU സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളിൽ ഇത്തരം ഒരു മുന്നേറ്റത്തിൻ്റെ കാരണം തീർച്ചയായിട്ടും ഈ ഇന്തോ പാക് വാറുമായി ബന്ധപ്പെട്ടിട്ട് അതിനുശേഷം ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഈ PSU ഡിഫൻസ് സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു മുന്നേറ്റം അതിൻ്റെ ഒരു റിപ്പിൾ എഫക്റ്റാണ് നമുക്ക് ഈ സ്റ്റോക്കുകളിലൊക്കെ കാണുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥ ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള ആ റാലിക്ക് ഓൾറെഡി തീർച്ചയായിട്ടും ചില കാരണങ്ങളുണ്ട് നമുക്കറിയാം. എന്നാൽ റെയിൽവേ സെഗ്മെൻറ്റിലുള്ള ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ വർദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് റെയിൽവേ ബഡ്ജറ്റിൽ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ റെയിൽവേ സ്റ്റോക്കുകൾ പലതും വലിയ തോതിൽ ഡൗണിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റെയിൽവേ സ്റ്റോക്കുകൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു റാലി നമ്മൾ എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പല റെയിൽവേ സ്റ്റോക്കുകളും അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും വളരെയധികം താഴ്ന്നിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പല സ്റ്റോക്കുകളുടെയും PE റേഷ്യോ റീസണബിൾ ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ RVNL പോലെയുള്ള ചില സ്റ്റോക്കുകൾ ഓവർ വാല്യൂഡായി നിൽക്കുന്നുണ്ടെങ്കിലും പല സ്റ്റോക്കുകളും അതിൻ്റെ ഇൻഡസ്ട്രി PE ആയിട്ടോ അല്ലെങ്കിൽ മീഡിയം PE ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ തോതിൽ ഇപ്പോൾ അപ്സൈഡ് അല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ എല്ലാ റെയിൽവേ സ്റ്റോക്കുകളും ഏകദേശം 30% മുതൽ 50% വരെ ക്രാഷായിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളാണ്. ഇപ്പോഴും ഇന്നത്തെ റാലി ഉണ്ടായിട്ട് പോലും ആ സ്റ്റോക്കുകൾ അത്രമാത്രം ഡൗണിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒരുതരം വാല്യൂ ബൈങ് ആയിരിക്കും. അതിൻ്റെ ഗ്രോത്ത് സാധ്യത ഗവൺമെൻറ് ബഡ്ജറ്റ് അലോക്കേഷൻ്റെ ഭാഗമായിട്ടോ അല്ലെ ഓർഡർ ബുക്ക് വർധനവിൻ്റെ ഭാഗമായിട്ടോ വലിയ തോതിൽ നമുക്ക് കാണാൻ കഴിയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മുന്നേറ്റം എത്രമാത്രം നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു സംശയം അവിടെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് IRCTC ഇന്ന് ഏകദേശം 3% ഒരു റാലി നടന്നതായിട്ട് കാണാം. IRCTCയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു വാർത്തകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ പല സ്റ്റോക്കുകളും ഇപ്പോൾ ഇർക്കോൺ ഇന്റർനാഷണൽ, ജൂപ്പിറ്റർ വാഗൺ, റെയിൽടെൽ കോർപ്പറേഷൻ പോലെയുള്ള പല സ്റ്റോക്കുകളും, അതുപോലെ ടെക്സ്മാക്കോ റെയിൽ പോലെയുള്ള പല സ്റ്റോക്കുകളും ഇന്ന് നല്ല തോതിൽ മുന്നോട്ട് പോയതായിട്ട് കാണാം. തിത്തഗർ റെയിൽ ഏകദേശം 12% അപ്സൈഡ് പോയതായിട്ട് കാണാം. അതുപോലെ റെയിൽ വികാസ് 8.8% അപ്സൈഡ് പോയതായിട്ട് കാണാം. അപ്പോൾ അവിടെ ഈവൻ കണ്ടെയ്നർ കോർപ്പറേഷന് പോലും 5% റാലി നടന്നതായിട്ട് കാണാം. ഇപ്പോൾ PSU സ്റ്റോക്കുകളുടെ ഒരു പ്രത്യേകത, ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ വലിയ തോതിൽ റാലി നടക്കുമ്പോൾ അത് എല്ലാ സെഗ്മെൻറ്റിലും വലിയ തോതിൽ അതിൻ്റെ റിപ്പിൾ എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് REC എന്ന് പറയുന്ന സ്റ്റോക്കിൽ നിന്ന് 3% അപ്സൈഡ് പോവുകയുണ്ടായി. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 37% ക്രാഷ് ആയിട്ടുള്ള സ്റ്റോക്ക്. അതുപോലെ PFC 2% അപ്സൈഡ് പോയിട്ടുണ്ട് ഇന്ന്. NHPC 3% അപ്സൈഡ് പോയിട്ടുണ്ട്. അതുപോലെ BHEL 2% അപ്സൈഡ് പോയിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം 20% കൂടുതൽ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് താഴോട്ടേക്ക് വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഇപ്പോഴും ആ ലെവലിലാണ് നിൽക്കുന്നത്. അതുപോലെ SJVN
അത് 34% ഹൈയിൽ നിന്ന് താഴേക്ക് വന്നു. ഇന്ന് 6% അപ്സൈഡ് പോയതായിട്ട് കാണാം. അതുപോലെ NBCC ഇന്ന് 3.86% അപ്സൈഡാണ്. NLC ഇന്ത്യ 20% താഴേക്ക് വന്ന സ്റ്റോക്കാണ്. അവിടെയും ഇന്ന് ഒരു മുന്നേറ്റം നടന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ ഇന്നത്തെ ഈ PSU സെഗ്മെൻറ്റിലും റെയിൽവേ സെഗ്മെൻറ്റിലും ഡിഫൻസ് സെഗ്മെൻറ്റിലും ഉണ്ടായിട്ടുള്ള റാലിയെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഫൻസ് സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു മൊമെൻറ്റം ബേസ്ഡ് ആയിട്ടുള്ള കൃത്യമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു റാലിയാണ് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ റെയിൽവേയിലോ മറ്റ് PSU സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ളത് അത്തരത്തിലുള്ള റാലി അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഏത് തന്നെ ആയാലും ഡിഫൻസ് സെഗ്മെൻറ്റിൽ അത് ഓവർ വാല്യുവേഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയുള്ള റിസ്ക് ഓൾറെഡി ഉണ്ട്. എന്നാൽ റെയിൽവേ സെഗ്മെൻറ്റിൽ വലിയ ഗ്രോത്തിനുള്ള ഓപ്ഷൻ ഷോർട്ട് ടു മീഡിയം ടേമിൽ ഇല്ലാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് ഇത്ര വലിയ ബൈങ് നടന്നതെന്ന സംശയവും ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഫോമോ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഈ റാലിയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരുമല്ലോ എന്നുള്ള ഒരു ചിന്ത. അപ്പോൾ അത് കാരണം നമ്മൾ ചാടിക്കയറി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 3 തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഇത്തരം സ്റ്റോക്കുകളിലൊക്കെ അതിൻ്റെ നല്ല വിലയിൽ വാങ്ങിയിട്ട് ഇപ്പോൾ നല്ല പ്രോഫിറ്റിൽ നിൽക്കുന്നവരുണ്ടാവും. അതുപോലെ ഇതിൻ്റെ ഹൈയിൽ പോയിട്ട് വാങ്ങിയിട്ട് വലിയ ലോസിൽ നിൽക്കുന്നവരും ഉണ്ടാവും. അതേപോലെ പുതുതായിട്ട് വാങ്ങാൻ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഈ 3 പേരെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രോഫിറ്റിൽ നിൽക്കുന്നവർ തീർച്ചയായും ചെയ്യേണ്ടത് അവരൊരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇതിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിന് പകരം സ്റ്റോപ്പ് ലോസ് ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ആ ഒരു നമ്മുടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ നിലവിൽ ലോസിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് അവർ ഇതിൻ്റെ പ്രോഫിറ്റിലേക്ക് വരുമോ എന്ന് കാത്തിരിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. എന്നാൽ പുതുതായിട്ട് ബൈ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അവർ ഒരു കൃത്യമായ എൻട്രി പോയിൻറ്റ്, അതുപോലെ എക്സിറ്റ് പോയിൻറ്റ്, അതുപോലെ സ്റ്റോപ്പ് ലോസ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡ് സെറ്റപ്പിലൂടെ മാത്രം ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ രീതിയിൽ ഫോളോ ചെയ്താൽ മാത്രമേ ഈ സ്റ്റോക്കുകളിൽ നമുക്ക് വലിയ ലോസ് വരാതെ പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റോക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.